നിങ്ങളായിരിക്കുന്നത് കളകളുടെ നടുവിലാണ്. കള പിശാചിന്റെ മക്കൾ, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, കളയ്ക്കല്ല ഇവരുടെ ടെസ്റ്റ്, പരീക്ഷ രാജ്യത്തിന്റെ പുത്രന്മാർക്കാണ് പരീക്ഷ. കളയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, കള ഞാൻ അവർക്ക് കളയ്ക്ക് സുവിശേഷം കൊടുത്ത് കളയെ ഞാൻ ഗോതമ്പാക്കും എന്ന് കർത്താവ് പറഞ്ഞില്ല. കാരണം കളയ്ക്ക് എന്ത് കൊടുത്താലും കള എന്നും കള തന്നെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഭയങ്കര കൃഷിക്കാരൻ കളയെ ഗോതമ്പാക്കി നെല്ലാക്കി മാറ്റിയത്? കളയെ മാറ്റാൻ പറ്റില്ല. പകരം കള പറിച്ചു കൂട്ടി തീയിലിട്ട് ചുട്ട് കളയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർ ചോദിച്ചൊരു കാര്യം, കള പറിച്ച് കളയട്ടേന്ന്. കർത്താവ് പറഞ്ഞു അവിടെ നിൽക്കട്ടെ. അതായത് ഇതിന് ഈ ശുശ്രൂഷയ്ക്ക് ടെസ്റ്റിന് അവർ ആവശ്യമാണ്. അവസാനം പറിച്ച് അവർ തീയിലിട്ട് ചുട്ടുകളയെ. അപ്പൊ കളയ്ക്ക് പ്രത്യേക ശുശ്രൂഷയൊന്നുമില്ല, പറിച്ച് കളയെ. ഇതാണ് മത്തായി 15 പറഞ്ഞത്, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത ഈ തൈയൊക്കെയും വേരോടെ പറിച്ച് കളയും. ആരെക്കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്? നല്ലൊരു പങ്ക് പ്രസംഗകരെ കുറിച്ചായി പറഞ്ഞേ, പരീശന്മാരെ കുറിച്ചായി പറഞ്ഞേ. പരീശന്മാർ യേശുവിനെ കുറ്റം പറയുക, യേശുവിനെ ചൂണ്ടിക്കാണിക്കുക, നിന്ദിക്കുകയാണ്. ഇവൻ ചതിക്കാൻ വന്ന ചതിയനാണെന്ന് പറയുകയാണ്. അല്ലാണ്ട് അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു മതക്കാരനല്ല ഇത് പറയണേ, പള്ളി പ്രസംഗകനായി പറയണേ. അവർ നിന്റെ വാക്ക് കേട്ട് ഇടറിപ്പോകുന്നു. ഇന്ന് ഇവിടെ പറയുന്ന വാക്ക് കേട്ട് ഇടറിപ്പോകുന്നു എങ്കിൽ ഇതാ മനസ്സിലാക്കിക്കോ, ഒരു കൂട്ടം നല്ലവരുണ്ട് ഇത് കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് അടങ്ങിയിരിക്കുന്നു. എന്നാൽ ചിലരെ അത് മിണ്ടുന്നു, ഇത് തെറ്റാണെന്ന് പറയുന്നു, ഇത് ശരിയല്ല എന്ന് പറയുന്നു. ഇത് ശിഷ്യന്മാർ അറിയിച്ചു, പരീശന്മാർ നിന്റെ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് നീ അറിയുന്നോ എന്ന് യേശുവിനോട് ചോദിച്ച ഭാഗത്താണ് യേശു ഉത്തരം പറയുന്നത്. അപ്പൊ ആരാ ഈ പരീശന്മാർ? ധൂമപ്പണിക്കാരാണ്? എല്ലാ വചനപ്പണിക്കാരാ. സാക്ഷാൽ ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് വചനപ്പണിക്കാർ, പരീശന്മാർ ഇടറി. അപ്പൊ യേശു എന്നാ പറഞ്ഞേ? അപ്പൊ യേശു പറഞ്ഞു, അയ്യോ അവരെ ഇടരരുത്, അവർ ഗിഫ്റ്റ് കൊടുത്ത് അവരെ സ്റ്റേജിൽ വെച്ച് ഉയർത്തി പറഞ്ഞ് ഞാൻ അവരുമായി ചേർന്ന് നിൽക്കൂന്നല്ല പറഞ്ഞേ. ഉടനെ യേശു പറയാ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത. അപ്പൊ പ്ലാന്റർ ആരാ? സ്വർഗസ്ഥ പിതാവാ. പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. നിക്കത്തില്ലത്, പറഞ്ഞു പോകും. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ പിതാവ് നട്ടതല്ല ഇത്. പിതാവ് നട്ടതല്ലെങ്കിൽ പിന്നെ ആര് നട്ടതാ? പിശാച് നട്ടതാ. പക്ഷെ രൂപം ഏതാ? വചനപ്പണിക്കാരൻ. അപ്പോ അനേകര് ഇവിടെ പിശാചിന്റെ മക്കളുണ്ട്. അവരുടെ വേഷം എന്ന് പറയുന്നത് വെളിച്ചദൂതന്റെ, നീതിയുടെ ശുശ്രൂഷകരുടെ വേഷമായിരിക്കും. അവർ പ്രസംഗിക്കുന്നത് ബൈബിളിലെ വചനമായിരിക്കും. പിന്നെ അവരുടെ വചനത്തിൽ പ്രധാനമായും ലക്ഷ്യം ഉണ്ടാകില്ല. വചനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവര് പറയും, ലക്ഷ്യം ഉണ്ടാകത്തില്ല. യേശു പറഞ്ഞതുപോലെ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ലക്ഷ്യമാണ് യേശു ഫോക്കസ് ചെയ്യുന്നത്. അതുണ്ടാകത്തില്ല. പകരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പിന്നെ ബൈബിളിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളായിരിക്കും. അവരുടെ വിത്തുകൾ